തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയുടെ ശുശ്രൂഷയായിരിക്കും. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സ്നേഹസ്വരസുധാത്മാതോ ഒരു പ്രാവശ്യം കർത്താവേ, ഞങ്ങളുടെ മാത്രമുള്ള പ്രവർത്തനത്തിനായി നീ ഞങ്ങളെ ഒരുക്കിയിരിക്കുന്ന വൻ കൃപാൽക്കാതെ നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ കൃപയും സാന്നിധ്യവും കർത്താവേ ഞങ്ങളുടെ പ്രവർത്തനത്തിലുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഏറ്റവും അനുഗ്രഹപൂർണ്ണമായ കർത്താവേ, ഞങ്ങളുടെ വചനം ജനത്തിലെത്തിക്കുവാൻ അവിടെ നിന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വചനം അങ്ങയുടേതാണ്, അടിയൻ അങ്ങയുടേതാണ്, ജനം അങ്ങയുടെ കർത്താവേ. കർത്താവെ, വചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ ഏറ്റവും ലളിതമായ കർത്താവെ, തൻ്റെ ജനത്തിനെ കർത്താവ് വചനം എത്തിക്കാൻ അങ്ങയുടെ ശ്രേഷ്ഠ കൃപയിൽ അടിയനെ ബലപ്പെടുത്തണത് പ്രാർത്ഥിക്കുക. അടിയൻ്റെ ശബ്ദത്തോടുള്ള വാക്കോട് വചിച്ചോട് അർത്ഥത്തോടുണ്ട് പ്രയാസ പ്രതിസന്ധികളല്ലാതെ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായ കർത്താവെ, എൻ്റെ ജനത്തെ ബലപ്പെടുത്താൻ അത് ഇടയാക്കണമെന്ന് ഈ സാക്ഷിനും പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ നമ്മളെ ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് സ്തോത്രം കരയറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും ചില കാര്യങ്ങൾ നാം പൂർത്തീകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ലക്ഷ്യബോധത്തിലേക്ക് നാം കാൽച്ചുവട് വെച്ച് മുന്നേറുമ്പോൾ ഒരു പിഴ അതിനെ നഷ്ടപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലെത്തുവാൻ ഇടയാക്കാതെ പോകാറുണ്ട്. നമുക്കൊക്കെ സുപരിചിതമായ ഒരു കളിയാണ് സ്നേക്ക് ആൻഡ് ലാഡർ. നമുക്കൊക്കെ അറിയാം, ആ ഇതിൽ ഏറ്റവും അവസാനം 99 അവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ആദ്യ ഇതിലേക്ക് എത്തുന്ന അവസ്ഥ. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ പല കാര്യങ്ങൾ നാം അപ്രകാരം വീണുപോകുന്ന സാഹചര്യങ്ങളുണ്ട്. നാം അധ്വാനിച്ച് ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും അധ്വാനിച്ച് എത്തേണ്ടിയ ആ ലക്ഷ്യബോധത്തിന് ഏറ്റവും അടുത്ത് എത്തുമ്പോൾ നമ്മുടെ ചിന്തകളിലോ പ്രവർത്തനങ്ങളിലോ ഒരു പാകപ്പിഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാം പിന്നെയും അത് പുനരാരംഭിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ ആധുനിക മേഖലകളിൽ ഇത്രമാത്രം സാങ്കേതികമായ പല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ അവരുടെ പ്രവർത്തനങ്ങളുടെ ചിലപ്പോൾ പൂർത്തീകരണത്തിൻ്റെ അടുത്തെത്തുമ്പോഴായിരിക്കും അവർ ചെയ്യുന്ന ചിലപ്പോൾ പ്രോഗ്രാമിലെ ഒരു കോഡിങ്ങോ അല്ലെങ്കിൽ മറ്റൊരു പ്രയാസം വരുമ്പോൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനൊരു പ്രതിസന്ധി വന്ന് എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ, പിന്നെ എല്ലാം പുനരാരംഭിക്കേണ്ട സാഹചര്യങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതം നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആദ്യ മാതാപിതാക്കളുടെ ആദമിൻ്റെയും ഹവ്വായുടെയും ജീവിതം നാം നോക്കുകയാണെങ്കിൽ യഹോവയായ ദൈവത്തോടൊപ്പം പാർക്കുകയും യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ തണലിൽ ജീവിക്കുകയും ചെയ്തിട്ടും ഒരു ചെറിയ പാവം അവരെ എന്നേക്കുമായി ആ പിതാവിൽ നിന്ന്, യഹോവയായ ദൈവമായ പിതാവിൽ നിന്ന് അകറ്റുക മാത്രമല്ല, ജീവിതത്തിൽ വേദനകളുടെയും കഷ്ടത്തിൻ്റെയും പലവിധ പ്രതിസന്ധികളുടെയും കാരണം അവിടെ നിന്ന് ആരംഭിക്കുവാൻ ഇടയായി. അപ്രകാരം തന്നെയാണ് ഇന്ന് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം നാം നോക്കുകയാണെങ്കിൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കാൽച്ചുവടുകൾ വെച്ച് മുന്നേറുമ്പോൾ ദൈവം വഴി നടത്തിയ വിധങ്ങൾ മറന്ന് ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തികളോ പ്രവർത്തനങ്ങളോ ചിന്തകളോ നിരൂപണങ്ങളോ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സാഹചര്യം ഒരുക്കാറുണ്ട്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും നാം നോക്കുകയാണെങ്കിൽ അവർക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശത്തിന് 11 ദിവസം മാത്രമേ ഇരിക്കെ അവരുടെ ഒരു പ്രവർത്തനമാണ് അവരെ 40 വർഷം മരുഭൂയാത്രയിൽ യഹോവയായ ദൈവം അവരെ അലയുവാൻ ഇടയാക്കുന്നത്. യഥാർത്ഥത്തിൽ നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ വ്യക്തതയോട് വഴി നടത്തിയ ദൈവത്തിൻ്റെ ആലോചന മനസ്സിലാക്കാതെ അവരെ വിടുവിച്ച് ഇത്രത്തോളം കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാതെ അവരുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി എന്നേക്കും അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുക മാത്രമല്ല, അവരുടെ വഴിയെ തെറ്റിച്ച് കളയുന്ന അവസ്ഥയായി മാറി. ഇതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ആ നിത്യജീവനിലേക്കുള്ള വഴി എത്രമാത്രം നാം മനസ്സിലാക്കുന്നോ ഉണ്ടെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും അല്ലെങ്കിൽ
നാം യഥാസമയത്ത് ദേവാലയങ്ങൾ ശുശ്രൂഷകളിൽ സംബന്ധിക്കുകയും മറ്റ് കൂട്ടായ്മകളിലും കൺവെൻഷനിലും ഒക്കെ കടന്നു ചെന്ന് ഇന്നത്തെ ആധുനിക മേഖലകളിൽ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ എത്രയോ സുവിശേഷ പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളും ലഭ്യമാകുമ്പോൾ ഇവയൊക്കെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിത്യജീവനിലേക്കുള്ളൊരു വഴിയൊരുക്കുവാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും ഒരു കുറവുണ്ടോയെന്ന് ചിന്തിക്കുവാൻ നാം ഇടയാക്കാറില്ല. നാം പ്രവർത്തിക്കുന്നതും നാം ചിന്തിക്കുന്നതും അല്ലെങ്കിൽ നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും സ്വയം ന്യായീകരിച്ചുള്ളൊരു ജീവിതമാണെന്ന് നാം പലപ്പോഴും മറന്നു പോകാറുണ്ട്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് ഒരു ധനികനായ യുവാവ് കടന്നുവന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. അതിനു മുൻപ് ഈ സമയത്ത് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ ഒരു പ്രതികരണമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10:21 ഇപ്രകാരമാണ് പറയുന്നത്: യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവിടെ രണ്ട് കാര്യം നാം യേശുവിൻ്റെ പ്രതികരണത്തിലൊന്ന് മനസ്സിലാക്കണം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കർത്താവിൻ്റെ സ്നേഹവാത്സല്യം പ്രാപിക്കത്തക്കോണം ഉള്ള ഒരു ധനികനായ യുവാവായിരുന്നു. അത് കഴിഞ്ഞാണ് പറയുന്നത് നിനക്ക് ഒരു കുറവുണ്ട്. ഒരു കുറവ്. ആ കുറവെന്താണ്? അവൻ ആകർഷിക്കപ്പെട്ട് അവനുള്ളത് അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും മൂല്യം കൊടുക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ നിക്ഷേപം, അവൻ്റെ ഹൃദയത്തിൻ്റെ നിക്ഷേപമായിരിക്കുന്ന അവൻ്റെ സമ്പത്തെല്ലാം കൊടുക്കുവാൻ, അത് ആർക്ക്? ദരിദ്രർക്ക് കൊടുത്തിട്ട് പിന്നെ കടന്നു വരുവാനാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ ആദ്യ ഭാഗം തൊട്ടൊന്ന് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10:17 വായിക്കുമ്പോൾ, അവൻ യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുൻപിൽ മുട്ടുകുത്തി നല്ല ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. നാം ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ട, ധനികനായ ഒരു യുവാവ്, ആ യുവാവിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ കർത്താവിൻ്റെ സുവിശേഷമോ മറ്റ് കാര്യങ്ങൾ കേൾക്കുകയോ അങ്ങനെയുള്ള സാഹചര്യമോ സാവകാശമോ ഉണ്ടാകുവാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. അതിൻ്റെ കാര്യം കേട്ടതിൻ്റെ പ്രതികരണമായിരിക്കും നിത്യജീവനിലേക്കുള്ള ഒരു ആഗ്രഹം ജീവിതത്തിൽ കടന്നു വരുന്നത്. ധനികനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ ലോകപ്രകാരം എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം കാണും. പക്ഷെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ അവനൊരു ആഗ്രഹം. അതിനെന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് നാം ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാം എത്രമാത്രം ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്? നാം കർത്താവിനോട്, ദൈവത്തോട് എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്? എൻ്റെ കർത്താവെ, ഞാൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് കുറവ്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് നാം ചോദിക്കാറുണ്ട്. നാം വചനപ്രകാരം ജീവിക്കുന്നെന്ന് പറയുമ്പോഴും പലപ്പോഴും നമ്മുടെ പ്രവൃത്തികളും പ്രവർത്തനങ്ങളും ചിന്തകളും നിരൂപണങ്ങളും യഥാർത്ഥത്തിൽ വചനപ്രകാരമാണോ? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ദൈവിക സ്വഭാവത്തിലാണോ നാം ജീവിക്കുന്നത്? എങ്കിലും നമുക്കൊരു അവകാശം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപായുഗമായിരിക്കുന്നതിനാൽ ആ കൃപയ്ക്കൊത്തവണ്ണം ദൈവം നമ്മോട് കാണിക്കുന്ന മനസ്സലിവാണ് പലപ്പോഴും നമ്മെ ദൈവത്തിലേക്ക് അടുക്കുവാൻ ഇടയാക്കുന്നത്. ഇവിടെ ഇപ്രകാരം പറയുമ്പോൾ കർത്താവ് അവനോട് പറയുന്ന കാര്യം മർക്കോസിൻ്റെ സുവിശേഷം 10:18-19 വായിക്കുമ്പോൾ, അതിന് യേശു എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല.
കൊല ചെയ്യരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കള്ളസാക്ഷ്യം പറയരുത്, വഞ്ചിക്കരുത്, വഞ്ചിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഒരു ധനികനായ യുവാവിനോടാണ് പറയുന്നത്. എന്താണ്? കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, വഞ്ചിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ. ഇന്ന് പലപ്പോഴും നാം നോക്കുമ്പോൾ ഇതിൽ ചില കൽപ്പനയെങ്കിലും പൂർണ്ണമായി നാം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അനുസരിച്ചാണോ ജീവിക്കുന്നതെന്നൊന്ന് നോക്കണം. നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഇവിടെ പറയുന്ന പല കാര്യം, കള്ളസാക്ഷ്യം, വഞ്ചന ഒക്കെ ചിലപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലാണ് നാം പോകുന്നത്. നാം ചിന്തിക്കും, കള്ളസാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കള്ളസാക്ഷ്യം നാം പറയണമെന്നില്ല. മറ്റൊരുവൻ ഒരു കള്ളസാക്ഷ്യം പറയുമ്പോൾ നാം അത് മനസ്സിലാക്കിയിട്ടും നാം മൗനം പാലിക്കുകയാണെങ്കിൽ അത് കള്ളസാക്ഷ്യം പറയുന്നതിന് തുല്യമായ ഒരു പ്രവർത്തനമാണ്. സത്യം മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിലകൊള്ളാതെ നാം മുൻപോട്ട് പോകുമ്പോൾ അത് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലായിരിക്കും, ഔദ്യോഗിക രംഗത്തായിരിക്കും, ആത്മീയ അല്ലെങ്കിൽ സാമൂഹിക ഏത് രംഗത്തും ആയിക്കൊള്ളട്ടെ, സത്യം മനസ്സിലാക്കി ഒരു വ്യക്തി കള്ളസാക്ഷ്യം അല്ലെങ്കിൽ കള്ളം പറയുന്നത് കേട്ട് അതിന് എതിരെ നാം ശബ്ദമുയർത്താതെ മൗനം പാലിക്കുകയും തന്മൂലം മറ്റാർക്കെങ്കിലും ആ പ്രതിസന്ധികൾ വന്ന് ഭവിക്കുമെങ്കിൽ നാം ആ കള്ളസാക്ഷ്യം പറയുന്നതിന് തുല്യമായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. വഞ്ചന ഇന്ന് പലപ്പോഴും ജീവിതയാത്രയിൽ എന്തെങ്കിലും നേടുവാൻ വഞ്ചനയോടെ പ്രവർത്തിക്കുന്ന അനേകരാണ്. ഇവയൊക്കെ പ്രവർത്തിച്ചിട്ട് നാം ദേവാലയങ്ങളിൽ കടന്നു വന്ന് തിരുമേശകളിൽ സംബന്ധിച്ച് നമ്മുടെ അനുതാപ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അനുതാപ ഹൃദയത്തോടെ തിരുമേശയിൽ സംബന്ധിച്ച് കടന്നു പോവുകയും ചെയ്തിട്ടും പിന്നെയും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നാം ഭക്ഷിക്കുന്ന തിരുമേശ യഥാർത്ഥത്തിൽ നമ്മുടെ ശിക്ഷാവിധിക്കായിട്ടാണ് നടത്തപ്പെടുന്നതെന്ന് നാം മനസ്സിലാക്കാറില്ല. അതുമാത്രമല്ല, നമ്മൾ അതിൻ്റെ വേറൊരു കാര്യം, നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇന്ന് നമ്മുടെ നാടിൻ്റെ അവസ്ഥയെന്ന് പറയുമ്പോൾ എത്രയോ ഭവനത്തിൽ വൃദ്ധരായ അപ്പനും അമ്മയും മാത്രമുള്ള സാഹചര്യങ്ങൾ, അവരെ നോക്കുവാൻ ചിലപ്പോൾ ഒരു ഹോം നേഴ്സോ മറ്റ് സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വൃദ്ധസദനം ഇന്ന് കേരളത്തിൽ ഏറ്റവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ സൗകര്യങ്ങളോടെ ഒരുക്കുന്ന ഒരു ബിസിനസ്സായി മാറിയിരിക്കുന്നു, ഒരു വ്യവസായമായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ട്? നാം നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയതെല്ലാം ചെയ്തു കൊടുക്കുക മാത്രമല്ല, നാം എത്രമാത്രം അവരെ അപ്രകാരം ആദരിക്കുവാൻ കഴിയുന്നുണ്ടെന്ന് നോക്കണം. നമ്മുടെ ജീവിതയാത്രയിൽ ഇന്ന് നാം അനുഭവിക്കുന്ന സന്തോഷങ്ങൾ, സമാധാനങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ അനിതരങ്ങളൊക്കെ പലപ്പോഴും അവരുടെ ജീവിതയാത്രയിലെ കണ്ണുനീരും ത്യാഗവുമാണെന്ന് നാം മനസ്സിലാക്കാറുണ്ട്. ആ കണ്ണുനീരും ത്യാഗവും കാരണം ഇന്ന് നാം ആയിരിക്കുന്ന അനുഗ്രഹമായ ജീവിത സാഹചര്യങ്ങളിൽ അവരുടെ ജീവിതയാത്രയിൽ നാം എത്രമാത്രം അവർക്ക് അപ്രകാരമുള്ള സന്തോഷവും സമാധാനം നൽകുവാൻ നാം പരിശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ധനികനായ യുവാവിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഇന്നത്തെ അവസ്ഥകൾ നാം നോക്കുകയാണെങ്കിൽ എന്തിന് ധനികനായ സാഹചര്യം വേണ്ട, ഒരു നല്ല ഔദ്യോഗിക രംഗ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഔന്നത്യത്തിൽ ജീവിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ പോലും ഈ പറയുന്നതിൽ പല കുറവുകളും നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയാകും. പക്ഷെ അതൊക്കെ ഒരു കുറവാണെന്ന് നാം ഒരിക്കലും ചിന്തിക്കാറില്ല. നമ്മുടെ ചിന്തകളിൽ ഞാൻ മറ്റൊരുത്തനെ വേദനപ്പെടുത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ മുറിവേറ്റിട്ടില്ലെങ്കിൽ അവനൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ, അതായത് പരസ്യമായാണ്,
ഹൃദയത്തിൻ്റെ അഗാധതയിൽ ചിലപ്പോൾ എത്രയോ പ്രാവശ്യം മറ്റുള്ളവരെ നാം മുറിവേൽപ്പിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ചിന്തകളിലും നിരൂപണങ്ങളും. പക്ഷെ പരസ്യമായി ഇതൊന്നും ആരും കാണുന്നില്ലെങ്കിൽ നാം ഭക്തിപരമായ ഒരു ജീവിതമാണ് നയിക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും ദേവാലയങ്ങളിലും കൂട്ടായ്മകളിലും മറ്റ് ശുശ്രൂഷകളിലുമൊക്കെ ചിലപ്പോൾ ഒരു പൊതുയോഗം നടക്കുമ്പോൾ അനേകരുടെ നാവിൽ നിന്ന് വരുന്ന പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ യഥാർത്ഥമായ ഒരു ക്രൈസ്തവ സംഘടനയിൽ അല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയത്തിലുള്ള പറയുവാൻ കാര്യമായ വാക്കുകളാണോ എന്ന് പോലും ചിന്തിക്കാത്ത അവസ്ഥ. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ നിത്യജീവൻ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? അതോ ഈ ലോകത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയിൽ നാം കാണുന്ന സന്തോഷങ്ങളും സമാധാനങ്ങളും അനുഗ്രഹങ്ങളും മാത്രമാണോ എൻ്റെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം എപ്പോഴും നമ്മുടെ രക്ഷിതാവായ കർത്താവിനോടൊപ്പം വസിക്കുന്ന നിത്യജീവനായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യം. അതിനാണ് കർത്താവ് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 10:20 ആ യുവാവിൻ്റെ പ്രതികരണം നാം ഒന്ന് കേൾക്കാം. അവൻ അവനോട് ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ അനുസരിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് വ്യക്തമായി അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നാം ആദ്യം വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. 10:21. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഇപ്പോൾ നാം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവിടെ പറയുന്നത് അവനെ സ്നേഹിച്ചു. കാരണം ഈ പറഞ്ഞ കർത്താവ് അവനോട് പറഞ്ഞ കൽപ്പനകളുടെ എല്ലാ കാര്യങ്ങളും അവൻ ചെറുപ്പനാൾ മുതൽ അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോൾ ആ കർത്താവിന് അവനോട് വാത്സല്യം തോന്നിയിരുന്നു. കർത്താവിന് അവൻ്റെ ജീവിതത്തിലെ വ്യക്തമായ കുറവ് അറിയാമറ്റും കർത്താവ് ആദ്യം അതൊന്നും പറയാതെ അവനെ യഥാർത്ഥമായ കൽപ്പനകളെ പറ്റി മാത്രം പറഞ്ഞ് അതൊക്കെ നീ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അവനെ സ്നേഹിച്ചു. അത് കഴിഞ്ഞാണ് പറയുന്നത് എങ്കിലും നിൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ കുറവ് എന്താണെന്ന് നാം ചിന്തിക്കണം. ഇവിടെ കർത്താവ് അവൻ ധനികനായതുകൊണ്ട് അവനോട് പറഞ്ഞ് നിൻ്റെ സമ്പത്ത് വ്യവസ്ഥകളെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ സ്വർഗത്തിൽ നിക്ഷേപം പ്രാപിച്ചിട്ട് കടന്നു വരിക. നാം ചിന്തിക്കും നമ്മുടെ ഉള്ള ധനസമ്പത്തെല്ലാം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലേക്ക് സമ്പത്ത് കിട്ടുമെന്ന്. കിട്ടില്ല സഹോദര. കാരണം ഈ കർത്താവ് പറഞ്ഞ പല നിബന്ധനകൾ അവൻ ജീവിതത്തിൽ അപ്രകാരം പാലിച്ചത് കൊണ്ട് കർത്താവ് അവനെ സ്നേഹിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ജീവിതത്തിൽ ഈ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വേറെ കുറവുകളായിരിക്കും. നാം പലപ്പോഴും പല കാര്യങ്ങൾ ദാനധർമ്മങ്ങളോ മാതൃ ശുശ്രൂഷകളോ ഒക്കെ ചെയ്യുന്നവരായിരിക്കും. നാം ചിന്തിക്കുന്നത് നാം വലിയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ നിക്ഷേപങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടായിരിക്കുമെന്നാണ്. എങ്കിലോ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ ചെയ്തു പോകുന്ന അനേക പാപ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അകറ്റുന്ന അനേക കുറവുകൾ കാണും. ആ കുറവ് എന്തെന്ന് മനസ്സിലാക്കുവാൻ നാം യഥാർത്ഥമായി ദൈവസന്നിധിയിൽ അനുതാപ ഹൃദയത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. സങ്കീർത്തനക്കാരൻ പറയും എൻ്റെ ഹൃദയം നീ ഒന്ന് ആരാഞ്ഞറിഞ്ഞ് എൻ്റെ കുറവ് എവിടെയാണെന്ന് മനസ്സിലാക്കി എന്നെ നന്നായി ഒന്ന് കഴുകണമെന്നാണ് പറയുന്നത്. ഇന്ന് നമുക്ക് പലപ്പോഴും എൻ്റെ കുറവ് എവിടെയാണെന്ന് കാണിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ പോലും കഴിയുകയില്ല. നമുക്ക് വ്യക്തമായി നമ്മുടെ മനസ്സിലറിയാം ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവ സ്വഭാവപ്രകാരം ദൈവ ഇതപ്രകാരമല്ല. എങ്കിലും നാം മറ്റുള്ളവർ കാണുക പല നല്ല പ്രവർത്തനങ്ങളും ആത്മീയ മേഖലകളിലും പല കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ടെങ്കിലും വ്യക്തിഗത ജീവിത സ്വയത്തിലുള്ള അവസ്ഥയാണ് നാം മനസ്സിലാക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷത്തിൽ 19:21 ഈ കർത്താവിൻ്റെ പ്രതികരണം വ്യത്യസ്തമായാണ് ആ യുവാവിനോട് പറയുന്നത്.
യേശു അവനോട് നീ പരിപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. നാം ആ മർക്കോസിന്റെ സുവിശേഷത്തിൽ അവനെ സ്നേഹിച്ച ഒരു കുറവുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ നീ പരിപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, അതായത് ദൈവ സ്വഭാവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിത്യജീവനിലേക്ക് അടുക്കത്തക്കോണം നീ യഥാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഈ ഒരു കുറവിനെ നീ മാറ്റേണ്ടിയിരിക്കുന്നു. ഇന്നോ ഒരു നിമിഷമൊന്ന് ചിന്തിക്കണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് ദൈവത്തെക്കാട്ടി കൂടുതൽ നാം എന്തിനെയാണ് സ്നേഹിക്കുന്നത്? അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം 10:22 കർത്താവ് ഇപ്രകാരം അവിടെ ആ യുവാവിൻ്റെ കാര്യത്തെപ്പറ്റി നാം കാണുന്നത്. അവൻ വളരെ സമ്പത്തുള്ളവനായിരുന്നതുകൊണ്ട് ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി അവിടെ നിന്ന് പോയി. എന്തുകൊണ്ട്? അവൻ്റെ ജീവിതത്തിൽ മറ്റെല്ലാത്തിനെക്കാട്ടി പ്രാധാന്യം കൊടുത്തിരുന്നത് അവൻ്റെ സമ്പത്തിന് വേണ്ടിയായിരുന്നു. മറ്റെല്ലാം അവന് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നു, പറഞ്ഞ കൽപ്പനകളെല്ലാം ചെയ്യുവാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ സമ്പത്തിനെ വിടുവാൻ കഴിയാത്തൊരവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള കുറവുണ്ടോയെന്ന് നോക്കണം. ചിലപ്പോൾ സമ്പത്തായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഔദ്യോഗിക രംഗമായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ഔന്നത്യത്തിലുള്ള പ്രവർത്തന മേഖലകളായിരിക്കും. അതിൽ നിന്നൊന്നും മാറി എന്നെ വിളിച്ച ദൈവത്തിന് വേണ്ടി അതെല്ലാം ത്യാഗമായി അർപ്പിക്കത്തക്കോണം കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. നാം എന്തിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തിനെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അതിൽ നിന്നൊന്ന് മാറിക്കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം ഇന്നും നാം കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിത്യജീവൻ്റെ പാതയിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരൊറ്റ കുറവ്. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാമിനെ ഹവ്വായെയും പുറത്താക്കുവാൻ ഇടയായത് ഒറ്റ കുറവ്, ഒരു അനുസരണം ഇല്ലാതെ പോയത്. നമ്മുടെ ജീവിതത്തിൽ അതാണോ? ശൗൽ രാജാവിൻ്റെ ജീവിതത്തിൽ യഹോവയായ ദൈവം പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായി അനുസരിക്കാൻ കഴിയാതെ വന്ന ഒരു കുറവാണ് അവൻ്റെ രാജ്യത്തിൽ നിന്ന് അവനെ മാറ്റിക്കളയുക, അവൻ്റെ തലമുറയെ ഉന്മൂലനാശമാക്കുവാൻ ഇടയായത്. നാം ഒന്ന് ചിന്തിക്കണം. ഇന്ന് ദൈവത്തിൻ്റെ നന്മകളിൽ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപയിൽ നാം ജീവിക്കുമ്പോൾ, നിത്യജീവനിലേക്ക് നാം ഒരുക്കപ്പെട്ട അവസ്ഥയാണോ? അതോ 10 കന്യകമാരെ പോലെ അതിലെ 5 കന്യകമാർ അവരെല്ലാം ഉണ്ടെന്ന് കരുതിയപ്പോൾ, പക്ഷേ കർത്താവ് കടന്നു വന്നപ്പോൾ, മണവാളൻ കടന്നു വന്നപ്പോൾ മണവാളനെ എതിരേൽക്കത്തക്കോണം അവരുടെ നിലവിളിക്കൽ എണ്ണയില്ലാത്ത അവസ്ഥ. അതാണോ നമ്മുടെ ജീവിതം? അതുകൊണ്ടാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 6:21 ഇപ്രകാരം പറയുന്നത്, നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിക്ഷേപം എവിടെയായിരിക്കുന്നു, അവിടെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. നമ്മുടെ സമ്പത്തിലാണോ, നമ്മുടെ ഔദ്യോഗിക രംഗത്താണോ, നമ്മുടെ കുഞ്ഞുങ്ങളിലാണോ, എവിടെയും ആയിക്കൊള്ളട്ടെ, നാം ദൈവത്തിൻ്റെ മഹത്വത്തിനെക്കാട്ടി കൂടുതൽ മറ്റെന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരുത്തുവാൻ കഴിയും? നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവായ കാര്യസ്ഥനോട് പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ നിരൂപണങ്ങളിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ, വാക്കുകളിൽ ഞാൻ വീഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയാണ് എൻ്റെ കുറവ്,
ഞാൻ അങ്ങയിൽ നിന്ന് അകന്നു പോയ അവസ്ഥയെന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് മടങ്ങി വരിക എന്നാണ് യഥാർത്ഥത്തിൽ. കർത്താവിലേക്ക് മടങ്ങി വരിക, കർത്താവ് ആഗ്രഹിക്കുന്ന നിത്യജീവനിലേക്ക് ഉള്ള പാതയിലേക്ക് നാം ഓരോരുത്തരും മടങ്ങി വരേണ്ട സാവകാശം ഒരു ആഹ്വാനമാണ് ഈ നാളുകളിൽ കർത്താവ് നമ്മളോട് പറയുന്നത്. അതിനായി നമ്മളെ തന്നെ ഒരുക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ വാത്സല്യമായ സർവ്വസുധാംനാഥ, അവിടുന്ന് കർത്താവേ, നീ ഞങ്ങളെ നിത്യജീവനിലേക്ക് വിളിക്കുമ്പോൾ അതിന് തക്കവണ്ണം ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുവാൻ ഈ സമയത്ത് തന്ന സാവകാശത്തിനായ നന്ദിയോട് സ്തോത്രം. ആ യുവാവിനോട് പറയുന്ന പോലെ ഒരു കുറവ് നിനക്കുണ്ട് കർത്താവേ, ആ കുറവ് ഞങ്ങളെ കാണിച്ചു തരികയും അതിനെ അതിജീവിക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ചിന്തകളിലോ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലോ അതൊന്നും കഴിയുകയില്ല എങ്കിലോ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തുമ്പോൾ ഞങ്ങളതിനെ അതിജീവിക്കുക മാത്രമല്ല കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങയുടെ പാതയിൽ കടന്നു വരുവാൻ അതിടയാക്കും കർത്താവേ. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ ബലഹീനയും ഞങ്ങളോട് ക്ഷമിച്ച് അങ്ങയുടെ മഹത്വത്തിനൊത്തവണ്ണം നീ ഞങ്ങളെ വഴി നടത്തിക്കൊള്ളണമെന്ന് യേശുനാഥന് പിതാവോ കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.